ഈ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഈ ലോബിക്ക് തന്നെ റിസൾട്ടുകൾ തങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ദുർബലമായ ഒരു NDA നിലനിൽക്കേണ്ടത് ആവശ്യമല്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ? RSSന്റെ വളരെ വലിയ ഒരു ഡാർലിംഗ് ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാനെയാണ് ഈ കുട്ടികളുടെ 41 ദിവസത്തെ സമരം വാങ്ചുക്കിൻ്റെ ഏതാണ്ട് 21 ദിവസത്തെ സമരം കൊണ്ട് താഴെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമല്ലത്. അപ്പം ജുഡീഷ്യറി ഏറ്റവും അവസാനമായിട്ട് ഇവരുടെ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ ലാത്തിയിൽ ആണി തറച്ച് ഇവർക്ക് ടടിച്ച് ചോരയൊലിപ്പിച്ച കുട്ടികളുടെ ആ ഒരു വീഡിയോ കാണാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഇതേ ചീഫ് ജസ്റ്റിസ്. ഇപ്പോൾ നമ്മൾ എറണാകുളത്തിരുന്ന് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നപ്പോൾ സ്മാർത്ഥ വിചാരം, താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം പോലെ ആകുമോ എന്നുള്ള ന്യായമായ സംശയം ഈ അധികാരികളെ അലട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ന്യായമായിട്ടും ഉയരുന്നുണ്ട്. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നേരെ ആകുമോ എന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയാം. NTA നേരെ ആകാൻ പറ്റില്ല. NTA നേരെയാക്കാൻ ആർക്കും കഴിയില്ല. കാരണം അതിൻ്റെ ഘടന അത് അട്ടർ അഴിമതിയിലേക്ക് ചാഞ്ഞല്ല കിടക്കുന്നത്, അതിനകത്ത് കിടക്കുന്ന ഏജൻസിയാണ്. നമ്മൾ പറഞ്ഞില്ല അതിൻ്റെ ഘടന. ഇതിനെ ആർക്ക് നന്നാക്കാൻ പറ്റും? സാർ നമസ്കാരം. നമസ്കാരം സിബി. ഓക്കെ സാറേ, ഇത് ഇപ്പോൾ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇപ്പോൾ രാജ്യത്ത് നാഷണൽ ട്രബിളിംഗ് ഏജൻസി ആയിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത്. നീറ്റ് പരീക്ഷ അവർ റദ്ദാക്കി, അതിനുശേഷം ഇപ്പോൾ നെറ്റ് പരീക്ഷയും അവർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എന്താണ് ഈ NTA എന്ന് പറയുന്ന സംവിധാനം? ഇതെങ്ങോട്ടാണ് പോകുന്നത്? അത് വൈറ്റ് സ്വാൻ TV-യുടെ ആഭിമുഖ്യത്തിൽ ആളുകളെ അറിയിക്കുന്നതിന് വേണ്ടി ചോദിച്ച ഏറ്റവും യുക്തമായൊരു ചോദ്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം എന്താണിതിങ്ങനെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ സ്നേഹികളല്ല അല്ലാത്തവർ പോലും ഞെട്ടിയിരിക്കുകയാണ്. ഒരു പിഴവിന് പിന്നാലെ പിഴവ്, പിഴവിൻ്റെ പിന്നാലെ പിഴവ്. ഇത് എങ്ങനെ ഇങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ NTA എന്നുള്ളതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് അപ്പോൾ സിബി കൊടുത്ത ഒരു ഇല്ലസ്ട്രേഷൻ എനിക്ക് വളരെ കൗതുകരമായിട്ട് തോന്നുന്നു. അതായത് നാഷണൽ ട്രബിളിംഗ് ഏജൻസി, ഞാനതിന് ഒരു ടീം കൂടെ കൂട്ടുകയാണ്, നാഷണൽ ടെറിബിളി ട്രബിളിംഗ് ഏജൻസി എന്നാണ് പറയുന്നത്. കാരണം ഒരു പതനത്തിൻ്റെ പിന്നാലെ വീണ്ടും പതനം. നമ്മളിതിൽ കാണേണ്ടത്, നമ്മളിത് ചർച്ചയ്ക്കെടുക്കുന്നു കാരണം നമുക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ താല്പര്യമുള്ളത് കൊണ്ടാണ്. പക്ഷെ നമ്മുടെ അനന്തര തലമുറകൾ, നമ്മുടെ പിന്നാലെ വരുന്ന തലമുറകൾ, പഠിച്ചു വരുന്ന തലമുറകൾ അവരുടെ ജീവിതമെടുത്ത് പന്താടുകയാണ്. അവരുടെ ജീവിതം പിച്ചി ചീന്തിക്കളയുകയാണ്. എന്തിന് പഠിക്കണം? രാവ് ഉറക്കമൊഴിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഒരു ജന്മം അവർ കൊടുത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രൈം ഏജ്, ആരോഗ്യമുള്ള, സ്വപ്നങ്ങളുള്ള, ഭാവനകളുള്ള, കരുത്തുള്ള, പ്രവർത്തന ക്ഷമതയുള്ള ആ നല്ല കാലഘട്ടം അത് മുഴുവൻ പാഴായി പോകുന്നു എന്ന് കാണുന്നത് എന്തുമാത്രം നിരാശ അവരിലുണ്ടാക്കും. അതാണ് എന്നെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ, ഇപ്പോൾ സിബി പറഞ്ഞതുപോലെ തന്നെ ട്രബിളിങ്, ടെറിബിളി ട്രബിളിങ് വളരെ നമ്മുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുകയാണ്. എങ്ങനെ ഉലയ്ക്കുന്നത്? കാരണം നമ്മൾ പഠിപ്പിച്ചു വിട്ട കുട്ടികൾ അവർ പഠിച്ചതും അവർ എഴുതിയതും എല്ലാം നിഷ്പ്രയോജനമായി പോവുകയും ഇത് മുഴുവൻ വലിയ ഒരു അബദ്ധപഞ്ചാംഗമായി തീരുകയും ചെയ്യുന്നത് കണ്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ തന്നെ ഇത് എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത്? കാരണം ലോകത്തിലെ ഏറ്റവും നമ്പറുള്ള യുവജനത അധിവസിക്കുന്ന ഭൂമിയാണ് ഇന്ത്യ. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. ചെറിയ കാര്യമല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമൻ റിസോഴ്സ് ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏറ്റവും ചെറുപ്പക്കാരുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഏറ്റവും വലിയ കേദാരമായ ഇന്ത്യയിൽ ആ ഹ്യൂമൻ റിസോഴ്സിൻ്റെ മുഴുവനും തല ചതച്ച് കളയുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വളരെ ഭീകരമാണ്, ഭീതിതമാണ്, നമ്മളെ വളരെയധികം ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. ഈ NTA-യുടെ ചെയർമാനായിട്ട് ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ NTA-യുടെ ചെയർമാൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്താണത്? ഇത് നമുക്ക് NTA-യുടെ ഘടനയിൽ നിന്ന് ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള ഈ ഏജൻസി ഇന്ത്യയിൽ നിലവിൽ വരുന്നത് ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ 2017 ഒരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്നുള്ള ഈ ഒരു സമിതി, അത് സ്വയംഭരണ അധികാരമുള്ള സമിതി എന്നുള്ള പേരിൽ വന്നിരിക്കുന്നു. പക്ഷേ സ്വയംഭരണം അതിൽ അശേഷവുമില്ല എന്നുള്ളത് അതിനെക്കുറിച്ചുള്ള ഘടന പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന നിർണായകമായ ചുമതല വഹിക്കുന്ന ആളാണ് ഇതിൻ്റെ ചെയർമാൻ. ആ മാന്യദേഹത്തിൻ്റെ പേര് പ്രൊഫസർ പ്രദീപ് കുമാർ ജോഷി എന്നാണ്. അല്ല, പുള്ളിയുടെ ഒരു വിദ്യാഭ്യാസ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇദ്ദേഹം 25 വർഷക്കാലം
ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സ്ഥാപനത്തിൽ പ്രൊഫസറായി ജോലി ചെയ്തതിന് ശേഷം ഇവരെ ഈ കേന്ദ്ര ഭരണകൂടം ഇദ്ദേഹത്തെ മറ്റു പല തസ്തികകളിലും നിയമിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ തസ്തികകളിലൊക്കെ ഇദ്ദേഹം അളവറ്റ അപമാനം ആ സ്ഥാപനങ്ങൾക്കൊക്കെ വരുത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം മഹാരാഷ്ട്രയിലെ വ്യാപം അഴിമതി ഇന്ത്യയെ ഞെട്ടിച്ചൊരു വലിയ അഴിമതിയായിരുന്നു. ആ വ്യാപം അഴിമതിയിലും ഇദ്ദേഹം ഒരു ഷെയ്ഡി ക്യാരക്ടറായിരുന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തത് എങ്ങോട്ടാണെന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. ഇതേ കേന്ദ്ര ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തിന് ഇതിനൊക്കെ ശേഷം പ്രൊമോഷൻ കൊടുത്തത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായിട്ടാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ത്യയിലെ ഭരണം നടത്തുന്ന സിവിൽ സർവൻസിനെ തിരഞ്ഞെടുക്കുന്ന IAS, IFS അതുപോലെ തന്നെ IPS കേഡറിലുള്ള ഏറ്റവും ടോപ്പ് കേഡറിലുള്ള ഭരണകർത്താക്കന്മാരെ എക്സിക്യൂട്ടീവ്സിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ പോലും ഈ മാന്യദേഹത്തെ അംഗമാക്കി വെച്ച ഒരു സാഹചര്യമുണ്ട് നമ്മുടെ മുമ്പിൽ. അതിനുശേഷമാണ് ഇദ്ദേഹത്തിൻ്റെ മികവ് വിതിൻ ഇൻവേർട്ടഡ് കോമാസ് കണ്ടറിഞ്ഞ കേന്ദ്ര ഭരണകൂടം ഇദ്ദേഹത്തെ ഈ പുതിയ 2017 ഈ ഇന്ത്യയിലെ 240 പരീക്ഷകൾ നടത്തുന്നതിന് നിയുക്തമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഈ സ്വയംഭരണ സംവിധാനം എന്ന് അവർ വിളിക്കുന്ന ഇതിൻ്റെ തലപ്പത്തിൽ ചെയർമാനായിട്ട് പ്രതിഷ്ഠിക്കുകയാണ്. ഈ സ്വയംഭരണ സ്ഥാപനം എന്ന് അവകാശപ്പെടുന്ന സമയത്തും ഇതിന് മേൽ സർക്കാരിൻ്റെ ഒരു നിയന്ത്രണമില്ലേ? സ്വയംഭരണ സ്ഥാപനം എന്നുള്ളത് വെറും പേരിന് മാത്രം. ഇത് സർക്കാരിൻ്റെ ഒരു വകുപ്പ് പോലെ, വകുപ്പിനേക്കാൾ താഴ്ന്ന തലത്തിലാണ് പ്രവർത്തിക്കുന്നുള്ളത്. ഞാൻ ബാക്കി കൂടെ വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. ഈ നീറ്റാണെങ്കിലും നെറ്റാണെങ്കിലും അത് കോടിക്കണക്കിന് രൂപ വില വരുന്ന വലിയൊരു കോച്ചിങ് സംവിധാനത്തിലൂടെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവട താല്പര്യത്തിലേക്ക് ഈ NTA ചെയർമാനും NTA പോകാൻ സാധ്യതയുണ്ടോ? അത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആണ് എങ്കിൽ പോലും ഇത് കച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ പോലും ഒരു മാന്യതയുണ്ട്. ആ കച്ചവടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മാന്യതകളെയും വിട്ട് അത് അതപ്പതിച്ചു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം NTA 221 അംഗങ്ങളാണുള്ളത്. ഈ 221 അംഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 കോടി വിദ്യാർത്ഥിനികളെ പരീക്ഷയ്ക്കിരുന്ന ഏജൻസിയിൽ 221 പേരേ ഉള്ളൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാവും. നമുക്ക് സാധാരണ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 300-3000 കുട്ടികളുണ്ടെങ്കിൽ അവിടെ തന്നെ വേണം ഒരു 10, 200, 250 സ്റ്റാഫ്. അങ്ങനെ ഇരിക്കെ 4 കോടി കുട്ടികളുടെ പരീക്ഷയെ നടത്തുകയും ഫലപ്രഖ്യാപനം നടത്തുകയും എല്ലാം ചെയ്യേണ്ട വളരെ ഉത്തരവാദിത്തമുള്ള ഈ സമിതിയിൽ ആകെ 221 പേരേ ഉള്ളൂ. ഇനിയും ഞാൻ ഞെട്ടിക്കാം. ഈ 221 പേരിൽ കൃത്യമായി സർക്കാരിൻ്റെ സ്ഥിരം ഉദ്യോഗസ്ഥന്മാരായിട്ട് വെറും 27 പേരേ ഉള്ളൂ. ബാക്കിയെല്ലാം ടെമ്പററി ആണോ? ബാക്കി മുഴുവൻ ഹയർ ആൻഡ് ഫയർ ആണ്. അതായത് ഔട്ട്സോഴ്സ് ചെയ്യാണ്. അതുപോലെ തന്നെ കരാർ തൊഴിലാളികളെ എടുത്തിട്ടാണ് ബാക്കി ആളുകളെ മുഴുവൻ ഫില്ല് ചെയ്യുന്നത്. അല്ല, അപ്പോൾ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? അതാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നതിൽ ഒരു സംശയവും ഇത് ചോർന്നിരിക്കും, ഇത്രയേ ചോർന്നുള്ളല്ലോ എന്നാണ് നമുക്ക് അത്ഭുതം. അല്ല, നീറ്റ് പരീക്ഷയുടെയൊക്കെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പല ആളുകളും വാങ്ങിയിരിക്കുന്ന ലക്ഷങ്ങൾ കൊടുത്തിട്ട് വാങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ 15 ലക്ഷം രൂപ വരെ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന ആളുകളുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വല്ലാത്ത വൈപുല്യത്തിലേക്ക് വരാം. അതായത് ഈ 21 പേര് മാത്രം ഉള്ളവരുടെ തന്നെ സ്ഥിതി ഞാൻ പറഞ്ഞു തരാം. ഇവർ പോലും ഡെപ്യൂട്ടേഷനിലാണ്. ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ ഇപ്പോഴത്തെ സർക്കാരിന് താല്പര്യമുള്ളവരായ ആളുകളെ മാത്രം ഹാൻഡ് പിക്ക് ചെയ്ത് കൊണ്ടുവന്ന് ഫില്ല് ചെയ്തിരിക്കുന്നതാണ് ഈ 27 പോസ്റ്റുകൾ എന്നും കൂടി കേൾക്കുമ്പോൾ ഞെട്ടൽ എവിടെ ഇരിക്കും? അതിനെവിടെ സ്വയംഭരണം? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ തന്നെ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്തിരുന്നൊരു കാലഘട്ടമുണ്ട്. ഞാനൊരു കോളേജിൽ അധ്യാപകനായിരിക്കെ തന്നെ സർക്കാർ സേവകൻ എന്നുള്ള നിലയ്ക്ക് ഒരു ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് അവരുടെ ഒരു മന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് എൻ്റെ ഡെപ്യൂട്ടേഷൻ സേവനം ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടേഷനിൽ ഞാൻ പോയി. ആ മന്ത്രിസഭയുടെ കാലാവധി മാത്രം ആ മന്ത്രിയുടെ താല്പര്യങ്ങൾ, ആ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ, അതിനെ പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയുടെ താല്പര്യങ്ങളൊക്കെ നോക്കാൻ ചുമതലപ്പെട്ടവനാണ് ഞാൻ. അതിനുശേഷം ആ ഗവൺമെൻറ് മാറി വേറൊരു ഗവൺമെൻറ്റിനെ കേരളം തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പഴയ ലാവണത്തിലേക്ക് തിരിച്ചു പോന്നു. അതാണ് ഡെപ്യൂട്ടേഷൻ്റെ അർത്ഥം. അപ്പോൾ എൻ്റെ പ്രതിബദ്ധത ആരോടായിരിക്കും?
ആരനെ അപ്പോയിന്റ് ചെയ്യുന്നു സർക്കാരിനോട് പ്രതിബദ്ധത. അങ്ങനെ ഉള്ള 27 അംഗങ്ങളടങ്ങുന്ന ഈ സ്ഥിരം ഉദ്യോഗസ്ഥന്മാരുടെ പ്രതിബദ്ധത ഇവിടുത്തെ കുട്ടികളുടെ ഭാവിയോടായിരിക്കുമോ, ഇതിൻ്റെ വിശ്വാസ്യതയോടായിരിക്കുമോ, അതോ അവരെ ഹാൻഡ് പിക്ക് ചെയ്ത് ആര് വെച്ചോ അവരോടായിരിക്കുമോ എന്ന് ആരെ നിയമിച്ചോ അവരോടായിരിക്കും, സംശയം പറയാൻ പറ്റുന്ന കാര്യമല്ല. ഈ ടീമിനെ നയിക്കുന്നയാളാണ് ഇതിൻ്റെ ചെയർമാൻ. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പാറ്റ സമരത്തിൽ ഭയപ്പെട്ട് രാജിവെച്ചു എന്ന് ഓർക്കണം. പക്ഷെ ഈ ചെയർമാൻ ഇന്നും അതിൻ്റെ മുകളിൽ തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. CJP സമരം അവിടേക്കൂടെ നീളേണ്ടതാണല്ലേ? CJP സമരത്തിൻ്റെ 3 ആവശ്യങ്ങളിൽ ഈ NTAയുടെ ചെയർമാനെ പുറത്താക്കണം എന്നുള്ളത് ഒരു ആവശ്യമായിരുന്നില്ലാത്തത് കൊണ്ട് ഇപ്പോഴും അവർ തുടരുന്നു. അപ്പോൾ ഈ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ചുമതല എന്താണ്? ഈ പരീക്ഷ നടത്തിപ്പിൽ വെറും സമരക്കാർ ഉയർത്തുന്ന ഒരു ആവശ്യത്തിൽ അപ്പുറം ഒരു ഉത്തരവാദിത്വവും വഹിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രൊഫസർ പ്രദീപ് കുമാർ ജോഷി ഇന്നും NTA ചെയർമാൻ സ്ഥാനത്ത് അങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അത് ഗവൺമെൻറ് അനുവദിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഞെട്ടലെന്ന് ആ വാക്ക് പോലും ചെറുതാണ്. അപ്പോൾ RSSന് അത്രയും വേണ്ടപ്പെട്ട ആളാണ് ഈ NTA ചെയർമാൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ കേൾവിക്കാർ അതിനെ ഊഹിക്കാൻ മാത്രം ബുദ്ധി വൈഭവമുള്ളവരാണ്. നമ്മൾ അവരുടെ ബുദ്ധി വൈഭവത്തെ ഒരിക്കലും കുറച്ച് കണ്ട. ഞാനത് പറയേണ്ടതില്ല. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് എങ്ങനെയാണ് ഈ അപ്പോയിൻമെൻറ്റ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്നേഹികളായ പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാകും. നമ്മളത് പറയേണ്ടതില്ല. അത് ഓവർ എക്സ്പ്ലനേഷനാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അത് അവരുടെ ഊഹത്തിന് വിടുകയാണ്. ഞാനൊരു കാര്യം ചോദിച്ചു, അപ്പോൾ ഈ പേപ്പർ വാല്യുവേഷന് വേണ്ടിയിട്ട് ഇവർ ആരെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? പേപ്പർ വാല്യുവേഷൻ മിക്കവാറും അതും ഔട്ട്സോഴ്സിംഗ് ആണോ? ഇത് ഇവർക്ക് ഈ ഇരിക്കുന്ന ആളുകളൊന്നും വിദ്യാഭ്യാസ രംഗത്തു നിന്നുള്ളവരല്ല. അവൻ ഔട്ട്സോഴ്സ് ചെയ്യാതെ തരമില്ലല്ലോ. അതും ഔട്ട്സോഴ്സ് ചെയ്യും. ഔട്ട്സോഴ്സ് ചെയ്ത് നമ്മൾ കണ്ടു. 2024 നീറ്റ് UG പരീക്ഷയ്ക്കകത്ത് മുഴുവൻ മാർക്കുകളും കിട്ടിയ ആളുകൾ എന്തുകൊണ്ട് 72 പേരെ മറ്റും ഉണ്ടായിരുന്നു. നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണത്. സാധാരണ മാർക്ക് കണക്ക് കൂട്ടുന്ന അവസരത്തിൽ 4ൻ്റെ ഒരു ക്വസ്റ്റിന് ആൻസറിന് 4 മാർക്ക് കിട്ടത്തക്ക തരത്തിലുള്ള ഗുണിതങ്ങളായിട്ടാണ് മാർക്ക് വരേണ്ടത്. പക്ഷേ അവസാന പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 4ൻ്റെ ഗുണിതങ്ങളല്ലാതെയും മാർക്ക് കണ്ടിരിക്കുന്നു എന്നുള്ളത് സാധാരണക്കാരുടെ പോലും കോമൺ സെൻസിനെ വെല്ലുവിളിക്കുന്ന തരത്തിലാണ് റിസൾട്ട് വന്നത്. അതാണ് ഇതിൻ്റെ ഒരു സാഹചര്യം. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് ഇന്ന് ഇന്ത്യയിലെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന വിവിധ പരീക്ഷകളുടെ കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ആകെ ഇന്ത്യയിൽ 2024-25 അധ്യയന വർഷത്തിൽ സാമ്പത്തിക വർഷത്തിൽ പിരിച്ചെടുത്തിരിക്കുന്ന കോച്ചിങ് സെൻറ്ററുകൾ പിരിച്ചെടുത്തിരിക്കുന്ന കാശിനെക്കുറിച്ച് കൃത്യമായ കണക്ക് ഞാൻ പറയാം. എത്ര? 4.3 ലക്ഷം കോടി രൂപയാണ് ഇവർ പിരിച്ചെടുത്തിരിക്കുന്നത്. ഈ പ്രൈവറ്റ് ഏജൻസി എങ്ങനെയാണ് 4.3 ലക്ഷം കോടി രൂപ പിരിച്ചെടുത്തതിനെ കുറിച്ചുള്ള കണക്ക് എനിക്ക് കിട്ടിയത് എന്നൊരു പക്ഷേ സംശയിച്ചേക്കാം. ആ സംശയമാണ് ഇപ്പോൾ സിബിയുടെ മുഖത്ത് ഞാൻ കാണുന്നത്. അത് കിട്ടാനുള്ള മാർഗമുണ്ട്. അത് കിട്ടാനുള്ള മാർഗം ഇതാണ്. കാരണം ഇവർ GST കൊടുക്കുന്നുണ്ട്. ഈ ഏജൻസി കൊടുത്തിരിക്കുന്ന GST 30,000 കോടിയിൽ ശിഷ്ടം കുറച്ച എമൗണ്ടാണ്. ആ കണക്ക് പബ്ലിക് ഡൊമൈനിലുണ്ട്. അതെനിക്ക് കിട്ടിയത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു 3 വർഷം മുമ്പുള്ള കണക്കാണ്. ഈ 2 കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കൂടുതലല്ലേ സാധ്യത? അതെ, അതിൻ്റെ കൂടുതലിനെ സംബന്ധിക്കുന്ന ഒരു പ്രൊപ്പോർഷൻ ഞാൻ പറയാം. 2.5 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ 2.5 മടങ്ങ് വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഈ 30, 60, 10, 75,000 കോടി രൂപയോളം തന്നെ GST ഇനത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പിരിച്ചെടുത്തിരിക്കുന്നു ഈ കോച്ചിങ് വ്യവസായത്തിൽ നിന്ന്. +2 കഴിയുന്ന കുട്ടികളാണല്ലോ എൻട്രൻസ് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നത്. +2 വരെയുള്ള സ്കൂൾ തലത്തിലുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടി കഴിഞ്ഞ വർഷത്തെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് 83,000 ശിഷ്ടം കോടി രൂപ മാത്രമാണെന്ന് മനസ്സിലാക്കണം. 83,000 കോടി രൂപ എടുത്ത് ഒരു വർഷത്തെ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് തത്തുല്യമായൊരു തുക ഈ കോച്ചിങ് സെൻറ്ററുകൾ വാങ്ങിയെടുക്കുന്ന 4.3 ലക്ഷം കോടി രൂപയുടെ GST ഇനത്തിൽ പിരിഞ്ഞു കിട്ടുന്നു. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ടീച്ചിങ്ങിന് വേണ്ടി കേന്ദ്ര സർക്കാർ മുടക്കുന്ന 83,000 കോടി, അതേസമയത്ത് കോച്ചിങ്ങിന് വേണ്ടി നമ്മുടെ ഉപഭോക്താക്കളിൽ നിന്ന് കോച്ചിങ് സെൻറ്ററുകൾ വാങ്ങിയെടുക്കുന്ന എമൗണ്ട് 4.3 ലക്ഷം കോടി രൂപ. അപ്പോൾ ഈ കോച്ചിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുക ഗവൺമെന്റിനെ സംബന്ധിച്ച് സാമ്പത്തികമായി നല്ലതാണ്. അല്ല, ഇപ്പോൾ ടീച്ചിങ്ങിനെ അവിടെ മാറ്റി നിർത്തിയിട്ട് കോച്ചിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ പരീക്ഷകളെ അഖിലേന്ത്യാ തലത്തിലുള്ള 240 പരീക്ഷകളെ മുഴുവനും കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. കേന്ദ്രീകരിച്ചാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്ന ഈ വികര ഏജൻസിക്ക് പരീക്ഷണ വസ്തുവാക്കി കൊടുത്തിരിക്കുന്ന ഈ കുട്ടികളെ. അതാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല സാർ, അപ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആര് പ്രിപ്പയർ ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഇതിൻ്റെ വാല്യുവേഷൻ ആര് നടത്തുന്നു,
ഇത് രണ്ടും ഔട്ട്സോഴ്സാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും റിസൾട്ടിലും അഴിമതി ഉണ്ടാവും, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചോരുകയും ചെയ്യും. ഇത് വളരെ കാര്യകാരണ സഹിതമുള്ള ഒരു സാധാരണക്കാരൻ്റെ വിശകലനമാണ്. ഞാൻ അതിനോട് 100% യോജിക്കുന്നു. കാരണം ഈ NTA ഒരു ഏജൻസിക്കും ഇത്തരത്തിലുള്ള 240 പരീക്ഷകളുടെ പരീക്ഷാ കടലാസുകൾ നോക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ഔട്ട്സോഴ്സ് ചെയ്യും. അതേ സമയത്ത് ചോദ്യപേപ്പറുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലെങ്കിലും ഒരു സൂക്ഷ്മത പുലർത്തിയാൽ മതിയായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ചില പ്രൊഫസേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ മേടിക്കും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, 4.3 ലക്ഷം കോടി രൂപ വരുമാനമുള്ള വലിയ എൻട്രൻസ് കോച്ചിങ് ലോബിക്ക് അവരുടെ കുട്ടികൾക്ക് കൂടുതൽ റിസൾട്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 27 വരുന്ന സ്ഥിരാസനന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇനി അതിനേക്കാളേറെ അവരെ നിയോഗിച്ചിട്ടുള്ള ക്യാബിനറ്റിലെ അംഗങ്ങളെ സ്വാധീനിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ദുരന്ത കഥ എന്ന് പറയുന്നത്, നമ്മുടെ നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മെഡിക്കൽ കോളേജുകളിലേക്ക് കുട്ടികളെ MBBSന് വേണ്ടിയിട്ട് സെലക്ഷൻ നടത്തുമ്പോൾ ഈ നഗര കേന്ദ്രീകൃതമായി നടത്തപ്പെടുന്ന എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിൽ പോകാൻ കഴിയാത്തവരും അങ്ങോട്ട് ആക്സസ് ഇല്ലാത്തവരും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരുമായ വലിയൊരു വിഭാഗം തിരസ്കരിക്കപ്പെടുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകൾ തിരസ്കരിക്കപ്പെടുകയാണ്. പക്ഷെ ഞാനൊരു ബയോളജി അധ്യാപകൻ എന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കും, ബുദ്ധി വൈഭവം എന്നുള്ളത് ഒരിക്കലും ഇങ്ങനെ സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ മാത്രമായിട്ടല്ലല്ലോ പ്രകൃതി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കുടിലിലും കൊട്ടാരത്തിലും ബുദ്ധികേടും ബുദ്ധി വൈഭവവും കാണാം. അപ്പം നമ്മുടെ ഈ ജനങ്ങളുടെ, നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ പ്രതിഭയെ സാമ്പത്തിക ശേഷിയുള്ള ആളുകളുടെ പേരിൽ മാത്രമേ ഉള്ളൂ എന്ന് സർക്കാർ അംഗീകരിക്കുന്നതിന് തുല്യമാണ് എൻട്രൻസ് ലൂടെ ഈ നടത്തുന്ന സെലക്ഷൻ എന്ന് പറയേണ്ടി വരും. അല്ല, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ എൻട്രൻസ് ടെസ്റ്റുകൾ സ്കൂളുകളിൽ പരിശീലനം നൽകുന്നു. അത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു എങ്കിൽ പോലും വിദ്യാഭ്യാസ രംഗത്തുള്ള ആളുകൾ ആ പ്രസ്താവനയിലെ കഴമ്പില്ലായ്മ അറിയാം. ഒരു സർക്കാർ സംവിധാനം എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുമാത്രം അത് സാമാന്യ ബുദ്ധിക്കും സാമാന്യ യുക്തിക്കും നിരക്ക് പ്രാക്ടിക്കലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് സർക്കാർ ഏജൻസികൾക്കൊന്നും ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല ഈ എൻട്രൻസ് കോച്ചിങ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട്, ഈ എൻട്രൻസ് കോച്ചിങ് നടത്തുന്ന ഈ ലോബിക്ക് തന്നെ റിസൾട്ടുകൾ തങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര ദുർബലമായ ഒരു NTA നിലനിൽക്കേണ്ടത് ആവശ്യമല്ലേ എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ദുർബലമായ ഈ NTA സംവിധാനം നിലനിൽക്കുമ്പോൾ അതിനെ സ്വാധീനിക്കാൻ എളുപ്പമല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒന്നാമത് തന്നെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ മാത്രമായി മെഡിക്കൽ എൻട്രൻസ് പരീക്ഷകളിലേക്ക് വരികയും ഇത്തരത്തിലുള്ള എല്ലാ എൻട്രൻസ് പരീക്ഷകളിലേക്ക് വരികയും പാസ്സാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു വശത്ത്, ഗ്രാമം തിരസ്കരിക്കപ്പെടുന്ന, അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സ്കൂളിങ് മാത്രമേ ഉള്ളൂ, അവർക്ക് ടീച്ചിങ് മാത്രമേ ഉള്ളൂ. കോച്ചിങ്ങിനുള്ള അഫോർഡബിലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നഗര കേന്ദ്രീകൃതമായിട്ടും അഫോർഡബിളായിട്ടും സാമ്പത്തികമായ ശേഷിയുള്ള ആളുകളുടെ കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കുട്ടികൾക്കിടയ്ക്ക് അതിസമ്പന്നരായിട്ടുള്ള ആളുകൾ അവരവരുടെ കുട്ടികൾ കഷ്ടപ്പെട്ടിരുന്ന് രാവ് പകലാക്കി പഠിക്കാതെ തന്നെ അത്യാവശ്യം അവരുടെ കയ്യിലുള്ള റിസോഴ്സ് മുടക്കിക്കഴിഞ്ഞാൽ ഈ പരീക്ഷയെ സ്വാധീനിക്കാൻ കഴിയും എന്നുള്ളതല്ലേ വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ കണ്ടത്. പക്ഷെ അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ MBBS ആയിക്കോട്ടെ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മുടെ സിസ്റ്റത്തെ തന്നെ ബാധിക്കത്തില്ല. അതാണ് ഒരു സാമൂഹ്യ ചിന്തകൻ്റെ ചിന്തയാണ് ഇപ്പോൾ സിബി പങ്കിട്ടത്. കാരണം ഇങ്ങനെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കും, ഇതേ തരത്തിൽ താല്പര്യമില്ലാത്തവരും പ്രതിഭയില്ലാത്തവരും അതിന് സ്വാഭാവികമായി അതിനോട് അഭിരുചിയില്ലാത്തവരുമായ സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ കൊണ്ട് നമ്മുടെ മെഡിക്കൽ രംഗം നിറഞ്ഞാൽ അങ്ങനെ വരുന്ന ഡോക്ടേഴ്സ് ചികിത്സിക്കുന്ന ഇന്ത്യയുടെ ആരോഗ്യ രംഗം എന്തുമാത്രം ആരോഗ്യകരമായിരിക്കും എന്നുള്ളതാണ് വളരെ കാതലായ ആ ചോദ്യം. അത് നമ്മുടെ പൊതുസമൂഹം ചോദിക്കേണ്ടതാണ്. കുട്ടികളെ സംബന്ധിച്ച് അവരോട് അനീതി കാണിക്കുന്നു ഈ സംവിധാനം എന്നുള്ളത് ഒരു വശം. പക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ വരുന്ന ഈ ഡോക്ടർ സഞ്ചയം, ഈ ഡോക്ടർമാരുടെ തലമുറ നമ്മളെ എങ്ങോട്ടായിരിക്കും ആരോഗ്യപരമായി നയിക്കാൻ പോകുന്നുള്ള വളരെ ഭീഷണമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന CJP സമരമുണ്ട്. അത് വലിയ രീതിയിൽ അത് ആദ്യമൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടുള്ള സർവത്ര ശ്രമങ്ങളും നടത്തി. പക്ഷേ അതിശക്തമായിട്ട് തന്നെ ഇന്ത്യയിലെ പൊതുസമൂഹം എന്ന് തന്നെ നമ്മളതിനെ വിളിക്കേണ്ടിയിരിക്കുന്നു. വലിയ രീതിയിലുള്ള പിന്തുണയാണ് CJP സമരത്തിന് നൽകിയിട്ടുള്ളത്. ഈ ഡൽഹിയിലെ CJP സമരം നമ്മുടെ രാജ്യത്തിലെ രാഷ്ട്രീയത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? നമ്മൾ അത് ഒരു വലിയ പവർ പാക്ഡ് ചോദ്യമാണ്. വളരെ അഗാധതയിൽ നിന്ന് അതിനെക്കുറിച്ച് ആൻസർ പറയേണ്ട വളരെ സങ്കീർണമായൊരു ചോദ്യവും കൂടിയാണ്.
ഇതിനകത്ത് ഇതെങ്ങനെ എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. ഓരോ കാര്യങ്ങളെ നമ്മൾ വിശദീകരിക്കുമ്പോൾ അത് എവിടെ ആരംഭിക്കുന്നു, അതിൻ്റെ വേരെവിടെയാണെന്ന് പരിശോധിക്കണ്ടേ. 2026 മെയ് മാസം 15-ാം തീയതി ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ പരമോന്നതനായ ന്യായാധിപൻ നടത്തിയ ഒരു സംഭാഷണ മധ്യേയുള്ള ഒരു പ്രയോഗത്തിൽ നിന്നാണ് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ CJP പാർട്ടിയുടെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളെ ഇത്ര വലിയ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന് കാരണം ഇതുപോലെ വലിയ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന എന്താണ് ചെയ്യേണ്ടതെന്നോർത്ത് മനസ്സ് നീറി നടക്കുന്ന ഇന്ത്യൻ ഒരു യുവജന സമൂഹം, അതായത് നീറ്റ് UG പരീക്ഷ എഴുതിയത് കുറച്ച് ആളുകളിൽ 24 ലക്ഷം ചെറുപ്പക്കാരായ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭാവനാത്മകവും ചുറുചുറുക്കുള്ളതും ആരോഗ്യമുള്ളതും ഓർമ്മയുള്ളതും ബുദ്ധി ബ്രൈറ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവനും നിരാകരിച്ച ആ പരീക്ഷ റദ്ദാക്കൽ, ആ പരീക്ഷ റദ്ദാക്കലിൻ്റെ വേദനയും കഥനവും മുഴുവനും ഇങ്ങനെ സഹിച്ച് ഏതാണ്ട് പ്രഷർ കുക്കർ പോലെ നടന്ന ആ ഒരു യുവജന സമൂഹത്തെ പരമോന്നത നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ ചീഫ് ജസ്റ്റിസ് വിളിച്ചത് ഈ സോഷ്യൽ മീഡിയയിൽ വിരമിക്കുന്ന, അതുപോലെ തന്നെ ഈ വിവരാവകാശ നിയമത്തെ ആശ്രയിക്കുന്ന കുറേ പാറ്റകൾ. അദ്ദേഹം വേറൊരു പ്രയോഗം നടത്തി, കുറെ ഇത്തിൽ കണ്ണികൾ എന്ന് പറഞ്ഞു. അത് സോഷ്യൽ മീഡിയയിലേക്ക് വന്നിട്ടില്ല. പാറ്റകൾ എന്ന് കേട്ടതാണ് അവർക്ക് ഏറ്റവും വലിയ അപമാനകരമായി തോന്നുന്നു. ഞങ്ങളിതെല്ലാം സഹിക്കുന്നു, ഞങ്ങൾക്ക് നീതി കിട്ടുന്നില്ല, ഞങ്ങളുടെ പ്രയത്നങ്ങൾ മുഴുവൻ വൃഥാവിലാകുന്നു എന്ന് മനസ്സിൽ നീറി നടക്കുന്ന യുവജന സമൂഹത്തിന് മുമ്പിൽ അവരെ പാറ്റകളോട് ഉപയോഗിക്കുകയും ഇത്തിൽ കണ്ണികളോട് ഉപയോഗിക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരി, അവിടെ ആരംഭിച്ചു CJP, കോക്രോച്ച് ജനതാ പാർട്ടി. BJPക്ക് ബദൽ CJP എന്നുള്ള നിലയ്ക്ക് വന്ന് ലോകമാസകലം ഇന്ത്യൻ സമൂഹത്തിൽ നിന്ന് വലിയ ഒരു സ്വീകരണം കിട്ടി. അതാണ് ഈ പാറ്റ വിപ്ലവം എന്നുള്ള നിലയ്ക്ക് ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്ത തരത്തിൽ, ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവിക്കാത്ത തരത്തിലുള്ള, ഇത്ര ശക്തമെന്ന് കരുതിയിരുന്നൊരു കേന്ദ്ര ഗവൺമെൻറ്റിനെ അടിമുടി ഉലയ്ക്കുന്ന തരത്തിൽ 41 ദിവസം കൊണ്ട് അവർ വിറപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയെ താഴെ ഇറക്കിയ ഒരു സമരമായി അത്. അത് നമ്മളൊരു കാര്യമാണ്. ഈ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചെറിയ ആളല്ല, ഒരു ചെറിയ മീനല്ല. ഇദ്ദേഹം ആണ് 2013 ഇന്നത്തെ പ്രധാനമന്ത്രിയെ ഈ പാർലമെൻ്ററി പാർട്ടി അല്ലെങ്കിൽ അവരുടെ അന്നത്തെ രാഷ്ട്രീയ കക്ഷിയെ നയിക്കാൻ നിയുക്തനാക്കി കൂടുതലുണ്ടായിരുന്നയാളാണ്. RSSൻ്റെ വളരെ വലിയ ഒരു ഡാർലിംഗ് ആണ് ധർമ്മേന്ദ്ര പ്രധാൻ. ആ ധർമ്മേന്ദ്ര പ്രധാനെയാണ് ഈ കുട്ടികളുടെ 41 ദിവസത്തെ സമരം, വാങ്ചുക്കിൻ്റെ ഏതാണ്ട് 21 ദിവസത്തെ സമരം കൊണ്ട് താഴെ ഇറക്കി കഴിഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ കാര്യമല്ലത്. കാരണം നമ്മൾ കണ്ട് കർഷക സമരം കണ്ടു, ഒരു മന്ത്രിയും രാജിവെച്ചില്ല. പ്രതിപക്ഷത്തിൻ്റെ 2-3 തവണയായിട്ടുള്ള പ്രതിപക്ഷങ്ങളുടെ എല്ലാ സമരങ്ങളെയും വളരെ വിദഗ്ധമായി ഗംഭീരമായി നേരിട്ട് അവരുടെ മുറയിൽ തകർക്കാൻ കഴിഞ്ഞ ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ് ഈ 41 ദിവസത്തെ കുട്ടികളുടെ പാറ്റാ സമരത്തിന് മുമ്പിൽ മുട്ടിടിച്ച് മന്ത്രിയെ താഴെ ഇറക്കിയത്. ഇവിടെ ഈ CJP സമരത്തിൽ പാർലമെന്റിന്റെയും ജുഡീഷ്യറിയുടെയും ഒക്കെ ഒരു സ്ഥാനം എന്തായിരുന്നു? അതൊരു ചോദ്യമാണല്ലോ. ജുഡീഷ്യറി ഏത് റോളാണ് വഹിച്ചത്? നാം കേട്ടല്ലോ, പരമോന്നത നീതിപീഠത്തിൻ്റെ ന്യായാധിപൻ പറഞ്ഞ വാക്കിൽ നിന്നാണ് അവർക്ക് ജസ്റ്റിസ് സൂര്യകാന്ത്. അപ്പം ജുഡീഷ്യറി ഏറ്റവും അവസാനമായിട്ട് ഇവരുടെ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ ഈ ലാത്തിയിൽ ആണി തറച്ച് ഇവർക്ക് അടിച്ച് ചോരയൊലിപ്പിച്ച കുട്ടികളുടെ ആ ഒരു വീഡിയോ കാണാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഇതേ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ കോടതിയിൽ നിന്ന് അവർക്ക് വലിയ ഒരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ കുട്ടികൾക്ക് അസ്തമിച്ചു. പ്രതിപക്ഷം പാർലമെൻറ്റിൽ അവരുടെ വിഷയം അവതരിപ്പിക്കണമെന്ന് അവരാവശ്യപ്പെട്ടേയില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഞങ്ങളുടെ ജന്തർ സമരത്തെ സഹായിക്കേണ്ട എന്ന് പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയുണ്ട്. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, ഒരൊറ്റ മുഖ്യധാരാ മാധ്യമങ്ങളും ഈ ജന്തർ മന്ദർ പ്രദേശത്തേക്ക് അടുക്കണ്ടെന്ന് ധൈര്യമായിട്ട് അഭിജിത്ത് ദീപ്കെ അവിടെ പ്രസ്താവിച്ചു. എന്നിട്ടും ഇത് കൊടുമ്പിരി കൊള്ളുന്നെന്ന് കണ്ടപ്പം അവരുടെ താല്പര്യപ്രകാരം അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ആളുടെ കൂക്ക് വിളിച്ചോടിച്ചു കളഞ്ഞു. ചിലർക്ക് തല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുഴുവൻ ക്രെഡിബിലിറ്റി വെറും മഞ്ഞ് പോലെ ഉരുകിത്തീർന്ന ഒരു വലിയ സമരമാണ് CJP ജന്തർ മന്ദിറിൽ കാഴ്ചവെച്ചത് എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ജുഡീഷ്യറിയുടെയും പാർലമെൻറ്റിൻ്റെയും മാധ്യമങ്ങളുടെയും പ്രസക്തിയെ ചോദ്യം ചെയ്ത് അവരില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ അവരിൽ ആശ്രയിക്കാതെ തന്നെ
ഞങ്ങളുടെ സമരത്തെ വിജയിപ്പിച്ചെടുക്കാമെന്ന് ഈ ഇന്ത്യയിലെ യുവജന സമൂഹം ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു സമരമായി പോയി. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. പക്ഷേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എൻ ഡി എയുടെ തലപ്പത്ത് ആ ചെയർമാൻ ഇപ്പോഴും അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ഇതൊക്കെ സംഭവിച്ചിട്ടും അവരുടെ ടാർഗറ്റ് ഈ എൻ ഡി എയിലെ ചെയർമാനിലേക്ക് തിരിഞ്ഞിട്ടില്ല. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പോലും പാടില്ല എന്ന് വിലക്കിയിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ യാതൊരു വിശദീകരണമോ മറ്റൊന്നും നമുക്ക് പബ്ലിക് മീഡിയയിലോ ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അയാളെ പുറത്താക്കിയിട്ടുമില്ല. ഇതാണ് അതിൻ്റെ ഒരു സാഹചര്യം. അത് വല്ലാതെ സംശയം ഉണർത്തുന്നുണ്ട്. അദ്ദേഹത്തെ ഇനി പുറത്താക്കിയാൽ അദ്ദേഹം മറ്റു പലതുമൊക്കെ വിളിച്ചു പറയുമോ എന്നുള്ള ഭയപ്പാട് ആരെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ എറണാകുളത്തിൽ നിന്ന് ഇത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നപ്പോൾ സ്മാർത്ഥ വിചാരം, താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരം പോലെ ആകുമോ എന്നുള്ള ന്യായമായ സംശയം ഈ അധികാരികളെ അലട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യം ന്യായമായിട്ടും ഉയരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു പൊതുജനവികാരം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനായിട്ട് CJP വേണ്ടി വന്നു. മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് സാധിക്കാതെ വന്നത് എന്തുകൊണ്ടായിരിക്കും? അത് വ്യവസ്ഥാപിതമായ എല്ലാ തരത്തിലുള്ള പ്രതിപക്ഷ പ്രവർത്തനങ്ങളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന കേന്ദ്ര ഗവൺമെൻറ്റാണ് ഇന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോൾ നേരത്തെ വിശദീകരിച്ചതിൽ നിന്ന് മനസ്സിലായില്ലേ, വ്യവസ്ഥാപിതമായ യാതൊരു മാർഗങ്ങളിലൂടെയും അല്ല CJP അവരുടെ സമരം കൊണ്ടുപോയത്. അവർ ജന്തർ മന്ദറിൽ ഈ 41 ദിവസം ചെയ്തത് എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിനെ മുൾമുനയിൽ നിർത്തി വിചാരണ ചെയ്യുകയായിരുന്നു. വിചാരണ ചെയ്തിട്ട് അവർ കുറ്റം വിധിക്കുകയായിരുന്നു. കുറ്റം വിധിച്ചിട്ട് ശിക്ഷ നടപ്പാക്കുകയായിരുന്നു. വിചാരണയും വിധിയും ആ വിധിയുടെ നടപ്പാക്കലും ഈ കുട്ടികൾ ആ സമരത്തിലൂടെ കാഴ്ചവെച്ചു. അതാണ് ധർമ്മേന്ദ്ര പ്രധാൻ താഴെ ഇറങ്ങിയത്. അവർ വിധിച്ചു. അവരാവശ്യപ്പെട്ട 3 ഡിമാൻഡുകൾ അവർ നേടിയെടുത്തോ? പാർലമെൻറ്റിൻ്റെ സഹായം വേണ്ടി വന്നോ? കോടതിയുടെ സഹായം വേണ്ടി വന്നോ? വ്യവസ്ഥാപിത പ്രതിപക്ഷത്തിൻ്റെ സഹായം വേണ്ടി വന്നോ? അവസാന കാലത്ത് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷം സഹകരിച്ചു എന്നുള്ളതല്ലാതെ ആ സഹകരണം കൊണ്ടൊന്നുമല്ല കുട്ടികൾ ഈ തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, ഒരു പ്രധാനമന്ത്രിക്ക് അർദ്ധരാത്രിയിൽ ഒരു മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് രാജ്യത്തെ അഭിസംബോധന ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അർദ്ധരാത്രിക്ക് അത്തരത്തിൽ രാത്രിയുടെ ഉള്ളിയാമത്തിൽ മീഡിയാസിനൊക്കെ അഡ്രസ്സ് ചെയ്യാറുണ്ട്. മീഡിയാസിനെ പ്രധാനമന്ത്രി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി സാധാരണഗതിയിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറില്ല. അദ്ദേഹത്തിൻ്റെ മൻ കി ബാത്തിന് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട വലിയൊരു സെലിബ്രിറ്റിയുടെ എല്ലാ തരത്തിലുള്ള മേക്ക് ഓവറും നടത്തിയിട്ട് ആണ് അദ്ദേഹം ഒരു ചക്രവർത്തിയുടെ മട്ടാണ് അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുള്ളത്. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളിൽ ചുളിവോ മുഖത്ത് ഏതെങ്കിലും ഭാവഭേദമോ ഒന്നും കാണാറില്ല. പക്ഷേ അന്ന് നമ്മൾ ആ രാത്രിക്ക് കണ്ട നരേന്ദ്രമോദിയെ നമ്മുടെ മനസ്സിൽ നിന്ന് മറക്കാൻ കഴിയുന്നില്ല. ഒരു വളരെ നിരാശനായ, വളരെ തകർന്ന ഒരു വൃദ്ധൻ്റെ ഒരു ബലഹീനമായ മുഖമാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത്. അത് മറക്കാനാവില്ല. ചരിത്രത്തിൽ അത് ഘനീഭൂതമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ അർത്ഥം വളരെ വലുതാണ്. അദ്ദേഹം ഒരു വിഡ്ഢിയായതുകൊണ്ടല്ല. ഇന്റലിജൻസ് റിപ്പോർട്ട് അത്ര കടുത്ത ഇന്റലിജൻസ് റിപ്പോർട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മുടെ 3 അയൽ ഗവൺമെൻറ്റുകളെ ആന പിഴുതെടുത്തെറിയുന്നെന്ന് പറഞ്ഞ പോലെ ഈ യുവജന പ്രക്ഷോഭം എടുത്ത് കടലിലെറിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് നേപ്പാളിൽ? എന്താണ് സംഭവിച്ചത് നമ്മുടെ സമീപ രാജ്യമായ ശ്രീലങ്കയിൽ? എന്താണ് 2024 ബംഗ്ലാദേശിൽ? ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിക്ക് അഭയം കൊടുത്തിരിക്കുകയല്ലേ? ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിക്ക് അഭയം കൊടുത്തിരിക്കുന്ന ആരാണ്? നമ്മുടെ നാടാണ്. പ്രധാനമന്ത്രി മോഡിയാണ് കൊടുത്തിരിക്കുന്നത്. അവരുടെ മുഖവും ഇവരുടെ മനസ്സിലേക്ക് വന്നു. അതേ തരത്തിലുള്ളൊരു വിധിയാണോ എന്നെയും കാത്തിരിക്കുന്ന വല്ലാത്ത ഭയം അദ്ദേഹത്തെ ബാധിച്ചില്ലെങ്കിൽ ഈ അർദ്ധരാത്രിയോടടുത്ത് സ്വയം ഒരു മൊബൈലെടുത്ത് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹം ആ ഭയചകിതമായ ഒരു പോസ്റ്റ് ഇടാനുള്ള ഒരു സാധ്യതയും അദ്ദേഹത്തെ അറിയുന്നവർക്ക് അത് കാണാൻ കഴിയും. സാർ, അവസാനമായിട്ടൊരു കാര്യം ചോദിച്ചോളട്ടെ, NDA നേരെയാകുമോ? ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നേരെയാകുമോ എന്നുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യത്തിന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൻസർ ഞാൻ പറയാം. NDA നേരെയാകാൻ പറ്റില്ല. NDA നേരെയാക്കാൻ ആർക്കും കഴിയില്ല. കാരണം അതിൻ്റെ ഘടന അത് അട്ടർ അഴിമതിയിലേക്ക് ചാഞ്ഞല്ല കിടക്കുന്ന, അതിനകത്ത് കിടക്കുന്ന ഏജൻസിയാണ്. നമ്മൾ പറഞ്ഞില്ല അതിൻ്റെ ഘടന. ഇതിനെ ആർക്ക് നന്നാക്കാൻ പറ്റും? ഇതിനെ അഴിമതിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടൊരു ഒരു സംഘടനയായിട്ട് അല്ലേ നമുക്ക് മനസ്സിലാവും. ഒരു കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവില്ലേ? തീർച്ചയായിട്ടും. അത് വേറെ വലിയ ഒരു ഗവേഷണ വൈദഗ്ധ്യമൊന്നും വേണ്ട. ഇത് കേട്ടാൽ ഏത് സാധാരണക്കാരൻ അറിയാം. ഈ 240 പരീക്ഷ നടത്തുന്ന ഏജൻസിക്കകത്ത് ഇതേ തരത്തിൽ ഷേഡി ക്യാരക്ടറായ ഒരു ചെയർമാനെയും വെച്ച് ഇതിനകത്ത് ഡെപ്യൂട്ടേഷനിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്ന
അവരുടെ ആശ്രിത വത്സലരായ കുറേ ജോലിക്കാരെയും വെച്ച് നീറ്റ് UG പോലെ 24 ലക്ഷം കുട്ടികളും മറ്റും ഒറ്റയടിക്ക് എഴുതുന്ന ഇത്ര സുപ്രധാനമായ അവർ 4.3 ലക്ഷം കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പരീക്ഷയിൽ അത് കൃത്യമായി അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ പോലും കഴിയാതെ തുടരെ അത് റദ്ദാക്കുന്നു. ഇതാ കോളേജ് അധ്യാപക എലിജിബിലിറ്റി ടെസ്റ്റ് അതും കളയുന്നു. ഇതെന്താ സംഭവിക്കുന്നത്? ആ ഏജൻസിക്ക് ഇത് നടത്താനാവില്ല. ആ ഏജൻസി, ഞാൻ പറയുന്നത് അതാണ്, ഈ ഏജൻസികളിലേക്ക് ഇതെല്ലാം ചുരുക്കുന്ന ഒരു കേന്ദ്രീകൃതമായ സാഹചര്യങ്ങൾ ഈ അജണ്ട ഗവൺമെൻറ്റിനുണ്ട്. ഈ ഗവൺമെൻറ്റിൻ്റെ മുദ്രാവാക്യങ്ങൾ പരിശോധിച്ചോളൂ. ഒരു രാജ്യം ഒരു നികുതി, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു പരീക്ഷ, ഒരു രാജ്യം ഇപ്പോൾ ഏതാണ്ട് വന്നിട്ട് ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ള മുദ്രാവാക്യം കൂടി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം NEP 2020 ഭാഗമായിട്ട് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളം വരെ അത് അക്സെപ്റ്റ് ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വാസ്തവമുള്ള 4-ാം വർഷം എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് അധ്യാപകർക്കറിയില്ല, യൂണിവേഴ്സിറ്റികൾക്കറിയില്ല, അതിന് സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. അത് വലിയ കൺഫ്യൂഷനാണ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരീക്ഷകളുടെ മുഴുവനും ക്രെഡിറ്റുകൾ എവിടെയാണ് കേന്ദ്രീകരിക്കുന്നത്? ലോകത്തിലൊരിടത്തും ഇല്ലാത്തൊരു പരിഷ്കാരമാണ് NEP 2020 വിഭാവന ചെയ്തിരിക്കുന്നത്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് എന്നുള്ള നിലയ്ക്ക് ദേശീയ തലത്തിൽ ഈ NDAയുടെ മറ്റൊരു പതിപ്പ് പോലെ നമ്മളുടെ ഒരു കുട്ടി ആർജിക്കുന്ന ക്രെഡിറ്റുകൾ മുഴുവനും ആ ഒരു ദേശീയ കേന്ദ്രീകൃത സ്ഥാപനത്തിലേക്ക് ബാങ്ക് ചെയ്യപ്പെടുകയാണ്. അതാണ് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്. അധ്യാപകർ പോലും പലരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ് ഒരൊറ്റ കേന്ദ്രത്തിലേക്ക് മാത്രമായി ചുരുക്കി കേന്ദ്രീകരിക്കുന്ന ലോകത്തില്ലാത്ത പരീക്ഷണമാണ്. അവിടെയും നമ്മൾ ഈ കേന്ദ്രീകരണമാണ് കാണുന്നത്. ഈ കേന്ദ്രീകരണം മുഴുവൻ സമഗ്രാധിപത്യ പ്രവണതയാണ്, സാമ്രാജ്യത്വ സമഗ്രാധിപത്യ പ്രവണതയാണ് ഈ കാണിക്കുന്നത്. സമഗ്രാധിപത്യ പ്രവണതയ്ക്ക് ഒരിക്കലും വിദ്യാഭ്യാസത്തിൽ ക്വാളിറ്റിയോ മെറിറ്റോ അതുപോലെ തന്നെ അതിന് കാര്യശേഷിയോ കൊണ്ടുവരാനേ കഴിയില്ല. ലോകത്തിലെ രാജ്യങ്ങൾക്ക് കഴിയില്ല. പിന്നെ ഇത്രയും വലിയ വൈപുല്യമുള്ള 143 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യയെ പോലുള്ള ഇത്രയും യൂത്ത് പോപ്പുലേഷനുള്ള രാജ്യത്ത് ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് ചിന്തിച്ച അവരെ നമിക്കണ്ടേ? ഇത് നമ്മളൊരു കാര്യം പറയാം, ഈ BJP ഗവൺമെൻറ്റുകൾ ഒരിക്കലും വിദ്യാഭ്യാസത്തിൻ്റെ നമ്മുടെ ജനസമൂഹത്തിലെ സ്വാധീനത്തെ കുറച്ച് കാണുന്നവരല്ല. വാജ്പേയി ഗവൺമെൻറ്റിൽ ആദ്യം ആരാണ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നത്? മുരളി മനോഹർ ജോഷി. വളരെ സീനിയർ ആയിട്ടുള്ള നേതാവാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസത്തിലൂടെ അവരുടെ ചില സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാനെ ഈ വകുപ്പ് ഏൽപ്പിച്ചത്. അവർക്ക് പരീക്ഷകളൊന്നും പ്രശ്നമല്ല, അവർക്ക് സിലബസാണ് പ്രശ്നം. സിലബസിൽ നടത്തുന്ന അവരുടെ ഇടപെടലാണ് പ്രശ്നം. രസതന്ത്രത്തിൻ്റെ ABCD അല്ലെങ്കിൽ അക്ഷരമാലയായ പീരിയോഡിക് ടേബിൾ അവർ തള്ളിപ്പറഞ്ഞില്ലേ? ബയോളജിയുടെ ആധാരശില എന്ന് തന്നെ പറയുന്നത് പരിണാമ സിദ്ധാന്തമാണ്. നത്തിങ് മേക്സ് സെൻസ് ഇൻ ബയോളജി എക്സെപ്റ്റ് ഇൻ ദ ലൈറ്റ് ഓഫ് എവല്യൂഷൻ എന്നാണ് ഞങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നത്. പരിണാമം എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിലല്ലാതെ ബയോളജിയിലെ ഒരു പ്രതിഭാസങ്ങൾക്കും അർത്ഥമില്ല. ആ പരിണാമം വേണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇന്ത്യ എങ്ങനെയാണ് ഈ രാജ്യമായത്? ഇന്നത്തെ ഇന്ത്യ ആയത് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉൽപ്പന്നമാണ് ഇന്ത്യ. ആ സ്വാതന്ത്ര്യ സമര ചരിത്രം വെട്ടിമാറ്റപ്പെടുകയല്ലേ? ഇതാണ് സംഭവിക്കുന്നത്. ഇനി സയൻറ്റിഫിക് ടെമ്പർ വേണമെന്ന് പറഞ്ഞിരിക്കുന്നു, ഭരണഘടന പറഞ്ഞിരിക്കുന്നതാണ്. സയൻറ്റിഫിക് ടെമ്പർ ആണോ 1914 മുതൽ 2024 വരെ അവിഛിന്നം? കോവിഡിൻ്റെ സമയത്ത് 1-2 വർഷം മുടങ്ങി എന്നുള്ളതൊഴിച്ചാൽ ഒരു തരത്തിലും മുടങ്ങാത്ത ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇന്നില്ലല്ലോ. ആരും റിപ്പോർട്ട് ചെയ്യുന്നില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇല്ല. അത് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത കാലത്ത് പറയുന്നത് അത് പ്രസക്തമല്ല. അതായത് ശാസ്ത്രം പ്രസക്തമല്ല എന്നാണ് പറയുന്നത്. ശാസ്ത്രം മാറി അവിടെ ജ്യോതിഷം വരട്ടതായിരിക്കും. ജ്യോതിഷത്തിലൊക്കെ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഇവരെ പിന്താങ്ങുന്ന ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി, ഉത്തരേന്ത്യക്കാരൻ, അദ്ദേഹം ചോദിക്കുകയാണ്, ഈ പരിണാമ സിദ്ധാന്തം എന്തോ ഒരു വലിയ അബദ്ധമാണ്. നിങ്ങൾ ആരെങ്കിലും പരിണാമ സിദ്ധാന്തം വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനത് ചോദിക്കട്ടെ, ഡാർവിൻ ഒരു വിഡ്ഢിയായിരുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ജീവിതകാലത്തിൽ ഏതെങ്കിലും കുരങ്ങ് മനുഷ്യനായിട്ട് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരും ഒരു കുരങ്ങിനെ മനുഷ്യനായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പരിണാമ സിദ്ധാന്തം തെറ്റാണ്. അവരോടൊക്കെ എന്താ നമ്മൾ പറയുക? ഇതാണ് നമ്മുടെ ഇന്ത്യയിലെ ഇന്നത്തെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം.